കടുപ്പം കൂടിയ ചായ കുടിച്ചാലേ നമ്മളിൽ ചിലർക്കൊക്കെ ഒരു ഇത് കിട്ടുള്ളൂ. എന്നാലൊന്ന് ശ്രദ്ധിച്ചോളൂ, ചായയിൽ കടുപ്പത്തിന് ചേർക്കുന്നത് കൊടും വിഷമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. മലപ്പുറത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ക്യാൻസറിന് വരെ കാരണമാകുന്ന രാസവസ്തുക്കൾ ചായപ്പൊടിയിലുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ തിരൂർ വേങ്ങൂർ സ്വദേശി ആഷിഖ് എന്നയാളാണ് പിടിയിലായിരിക്കുന്നത്. വീടിനോട് ചേർന്ന് കെട്ടിടത്തിൽ നിന്ന് 140 കിലോഗ്രാം ചായപ്പൊടിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മായം ചേർത്ത് ചായപ്പൊടി നിർമ്മിക്കുന്ന ഉറവിടമാണ് ഇപ്പോൾ പരിശോധനയിൽ കണ്ടെത്തിയത്. തുടർന്ന് രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അതിസാഹസികമായിട്ടാണ് വ്യാജ ചായപ്പൊടി നിർമ്മാണ സംഘത്തെ സംഘം പിടികൂടിയത്. തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മായം കലർന്ന വ്യാജ ചായപ്പൊടി നിർമ്മാണ സംഘം പിടിയിലായത്. MSc കെമിസ്ട്രി പൂർത്തിയാക്കിയ ആഷിഖാണ് വ്യാജ ചായപ്പൊടി നിർമ്മാണത്തിന് പിന്നിലെന്നാണ് വിവരങ്ങൾ. അതായത് കെട്ടുകണക്കിന് ചായപ്പൊടിയാണ് ഇവിടെ കവറുകളിലാക്കി വെച്ചിരിക്കുന്നത്. നിർമ്മാണശാലയ്ക്ക് ലൈസൻസോ മറ്റ് രേഖകളോ ഒന്നും തന്നെ ഇല്ല. ഗോഡൌണിൽ നിന്നും 100 കിലോ മായം ചേർത്ത ചായപ്പൊടി കണ്ടെത്തിയിട്ടുമുണ്ട്. അതായത് ജില്ലകളിലെ തട്ടുകടയിലാണ് ഇക്കഴിഞ്ഞ മാസം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും വ്യാജ ചായപ്പൊടി കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഈ ചായപ്പൊടിയുടെ ഉറവിടം തേടി അന്വേഷണം ആദ്യം എത്തിയത്. വേലത്തൂരിലായിരുന്നു അന്വേഷണം. ആവശ്യക്കാരെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ വിതരണക്കാരെ ബന്ധപ്പെട്ടു. വേങ്ങര സ്വദേശി അനസ് ഒരു വാഹനം നിറയെ ചായപ്പൊടിയുമായി വെല്ലൂരിലെത്തുകയായിരുന്നു. കണ്ടാൽ കടകളിൽ ലഭിക്കുന്ന ചായപ്പൊടിക്ക് സമാനം തന്നെയാണിത്. എന്നാൽ ഇവ പരിശോധിച്ചപ്പോഴാണ് ഇത് വ്യാജനാണെന്ന് തെളിഞ്ഞത്. അതായത് രാസവസ്തുക്കൾ ചേർത്താണ് ഈ ചായപ്പൊടി നിർമ്മിച്ചിരിക്കുന്നതും സിന്തറ്റിക് ഫുഡ് കളറാണ് ഈ ചായപ്പൊടിയിൽ ചേർത്തിരിക്കുന്നത്. ഇതാകട്ടെ ക്യാൻസറിന് വരെ കാരണമാകുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം നാം ഇന്ന് കഴിക്കുന്ന നല്ല ഭക്ഷണത്തിന്റെ മുഖ്യ വില്ലനായി മായം മാറുകയാണ്. സകലത്തിലും മായവും മറ്റ് കീടനാശിനിയുമാണ് അടങ്ങിയിരിക്കുന്നത്. അതുമാത്രമല്ല, കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ അരിയിൽ പോലും മായമുണ്ടെന്നാണ് വിവരങ്ങൾ. മട്ടയരിയിൽ നിറം ലഭിക്കുന്നതിനായി റെഡ് ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വസ്തുക്കളും വെള്ളയരിയിൽ കാൽസ്യം കാർബണേറ്റ് പോലുള്ള വസ്തുക്കളുമാണ് ചേർത്തിരിക്കുന്നത്. മട്ടയരിക്ക് സാധാരണയുണ്ടാകുന്ന നിറത്തേക്കാൾ ചുവപ്പ് നിറം കൂടുതലാണെങ്കിൽ അതിൽ മായമുണ്ടെന്നർത്ഥം. മായമില്ലാത്ത മട്ടയരിക്ക് ബ്രൗൺ കലർന്ന നിറമായിരിക്കും. അരി പലവട്ടം ഉലച്ച് കഴുകി ഉപയോഗിക്കുക എന്നതാണ് മായത്തെ തുരത്താനുള്ള ഏകമാർഗം. കൂടാതെ ഉപ്പിന് നിറം ലഭിക്കാൻ കാൽസ്യം കാർബണേറ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ തിരിച്ചറിയാനും സാധിക്കും. ഉപ്പ് വെള്ളത്തിൽ കലക്കുമ്പോൾ ലായനിക്ക് വെളുത്ത നിറം വന്നാൽ മായമുണ്ട്. സാധാരണ വെള്ളത്തിൻ്റെ നിറം തന്നെയാണെങ്കിൽ മായമില്ലെന്ന് തന്നെ ഉറപ്പിക്കാം. ഒരു പാത്രത്തിൽ ഉപ്പ് കലക്കി വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ വെള്ള നിറത്തിൽ മായം മുകളിൽ അടിയും. ലായനിയുടെ ഈ ഭാഗം ഊറ്റിക്കളഞ്ഞ് താഴത്തെ നേർമയുള്ള വെള്ളം ഉപയോഗിക്കാം. കൂടാതെ ആരോഗ്യത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ് മീനിൽ നിന്നുള്ള വിഷാംശങ്ങൾ പോലും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്ന മീനുകളിൽ അപകടകാരികളായ രാസവസ്തുക്കൾ കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫോർമാലിൻ, അമോണിയ, സോഡിയം ബെൻസോയിറ്റ് എന്നീ രാസവസ്തുക്കളാണ് മീനുകൾ കേടാകാതിരിക്കാനായി ചേർക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ പ്രധാന ആന്തരിക അവയവങ്ങളെ വളരെ ദോഷകരമായ രീതിയിൽ ഇവ ബാധിക്കുന്നു. പാർക്കിൻസൺസും ജനിതക രോഗങ്ങളും വരെ ഇവയുടെ പാർശ്വഫലങ്ങളിൽ ഉൾപ്പെടുന്നു. സാധാരണ രീതിയിൽ ഐസിട്ട് സൂക്ഷിക്കുന്ന മീനുകൾ 3 ദിവസമായി കേടാകാതിരിക്കും. പക്ഷേ കൂടിയ തോതിലുള്ള രാസവസ്തു ഉപയോഗം ഇവയെ ദിവസങ്ങളോളം ചെയ്യാതെ സൂക്ഷിക്കും. അലിഞ്ഞു പോകാതിരിക്കാനുള്ള രാസപദാർത്ഥങ്ങൾ ഐസിൽ ചേർത്തിട്ട് മീനിട്ട് സൂക്ഷിക്കുന്നതും ഇപ്പോഴത്തെ രീതിയുണ്ട്. ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് മത്സ്യം കൊണ്ടുപോകുന്നതിന് ഒട്ടുമിക്ക ഇടങ്ങളിലും ഈ രീതിയാണ് പിന്തുടരുന്നത്. വാണിജ്യ നേട്ടത്തിന് വേണ്ടി നടപ്പാക്കുന്ന ഇത്തരം പ്രവണതകൾ ഉപഭോക്താക്കളിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ചെറുതല്ലെന്ന് ഓർക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.